കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു നല്ല ദിവസത്തിന്റെ പുലർകാലം, ഒരു വിശുദ്ധ ദിവസത്തിന്റെ പുലർകാലം. നവംബർ മാസം 23-ാം തീയതി വിശുദ്ധ ശബത ദിവസം. നമുക്കിപ്രകാരം ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വിശുദ്ധ ദിവസത്തിന്റെ എല്ലാ അനുഗ്രഹത്താലും ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ഇന്ന് നമുക്ക് പ്രഭാത മന്നയിൽ ചിന്തിക്കുവാനായിട്ടുള്ള വേദഭാഗം 5-ാം സങ്കീർത്തനം, അതിന്റെ 7-ാമത്തെ വാക്യമാണ്. 5-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം ഒടിഞ്ഞിനെ വായിക്കുന്നു. ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. അപ്പൊ ഭക്തിയോടെയുള്ള ആരാധന എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം. ഭക്തിയോടെയുള്ള ആരാധന. ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ധാരാളം ഭക്തി പ്രസ്ഥാനങ്ങളുള്ള ഒരു ലോകത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുമെന്ന് അവകാശപ്പെടുന്ന ധാരാളം ഭക്തിമാന്മാർ ഈ ലോകത്തിലുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുകയാണ്, ഞാൻ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ശരിയായ ഭക്തി എന്ന് പറയുന്നത് കർത്താവിലുള്ള ഭക്തിയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഭക്തിക്ക് ധാരാളം നിർവചനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിലൊരു നിർവചനം നമുക്ക് ചിന്തിക്കാം. നാം യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യോബിന്റെ ഭാര്യ യോബിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. അപ്പൊ നോക്കിയേ, യോബിനോട് ഭാര്യ പറയാണ്, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ് മരിച്ചു കളക. അപ്പോൾ യോബ് എന്താ പറഞ്ഞത്? ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ഇതിലൊന്നിലും യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല, ദൈവത്തിന് ഭോഷത്വം ആരോപിച്ചില്ല. നാം ഇതിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഊസ് ദേശത്ത് യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. യോബിനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആരുമില്ല എന്ന ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞ വ്യക്തിത്വത്തിനുടമയാണ് യോബ്. ആ യോബിന്റെ ജീവിതത്തിൽ പിശാചിന്റെ പ്രവർത്തന ഫലമായിട്ട് യോബിന്റെ സമ്പത്ത് ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം നഷ്ടപ്പെട്ടു. നമുക്കറിയാം, അദ്ദേഹത്തിന് 6000 ആട്, 3000 ഒട്ടകം, 500 ഏർക്കാള, 500 പെൺകഴുതിയുമായ മൃഗസമ്പത്ത്, വളരെയധികം ദാസന്മാരും ഒക്കെയുള്ള വലിയ സമ്പത്തിന്റെ ഉടമയായിരുന്ന യോബിന് പിശാചിന്റെ പ്രവർത്തനത്താൽ ഒരു സുപ്രഭാതത്തിൽ ഈ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. തന്റെ 7 പുത്രന്മാരും 3 പുത്രിമാരും നഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞാൽ യോബിന്റെ ഭൗമിക സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. പിന്നീട് നമുക്കറിയാം, പിശാചിന്റെ പ്രവർത്തനത്താൽ യോബിന് ഉച്ച മുതൽ ഉള്ളംകാൽ വരെ വല്ലാത്ത പരിക്കളാൽ ബാധിച്ചു. യോബിന്റെ ശ്വാസം പോലും യോബിന്റെ ഭാര്യയ്ക്ക് അസഹനീയമായിട്ട് തോന്നത്തക്ക വിധം വല്ലാത്ത പരിക്കളാൽ അദ്ദേഹം കഷ്ടപ്പെട്ടു. ഈ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ അവസ്ഥയിൽ യോബിന്റെ ഭാര്യ പറയുകയാണ്, ഇനിയും നീ നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ച് പറഞ്ഞ മരിച്ചു കളക. യോബ് എന്ത് പറഞ്ഞു? ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെയാണ് നീ സംസാരിക്കുന്നത്. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്തെല്ലാം നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? ഇതിലൊന്നിലും ഈ യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല. അപ്പൊ ശരിക്കുള്ള ഭക്തിയോടെയുള്ള ആരാധന എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ പ്രതികൂലത്തിന്റെ നെല്ലിപ്പലകയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് ഭക്തിയാണ്. യോബിന്റെ അനുഭവത്തിലൂടെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്, ഇത്രയും പ്രതികൂലത്തിൽ തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു, മക്കൾ 10 പേരും നഷ്ടപ്പെട്ടു, താൻ വല്ലാത്ത വ്രണങ്ങളാൽ കഷ്ടപ്പെടുന്ന അവസ്ഥ, ഭാര്യ പോലും തള്ളിപ്പറയുന്ന അവസ്ഥ. എന്നിട്ടും ദൈവത്തെ തള്ളിപ്പറയുവാൻ
ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറയുവാൻ യോബ് കൂട്ടാക്കിയില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏത് കഷ്ടതയുടെ നടുവിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് ശരിയായ ഭക്തി. അപ്പൊ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ നാം ദൈവിക ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ, പ്രിയമുള്ളവരെ, ഒരുപക്ഷെ നിങ്ങൾ പല പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. എന്നാൽ അതിന്റെ നടുവിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് നാം ശരിക്കും ഭക്തിയുള്ള ആരാധനക്കാരായിട്ട് മാറുന്നത്. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാനോ അങ്ങയുടെ കൃപയുടെ മഹത്വത്താൽ അങ്ങയുടെ ആലയത്തിലേക്ക് ചെന്ന് അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ അങ്ങയിലുള്ള ഭക്തിയോടെ ആരാധിക്കും. ഇന്ന് ഈ നല്ല പ്രഭാതത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവേ, എന്തെല്ലാം പ്രതികൂലങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും കർത്താവിന് എതിരെ ഒരു വാക്ക് പോലും പറയാതെ ഭക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ എന്നെ സഹായിക്കണമേ. എത്ര പേരെ തീരുമാനമെടുക്കും? നല്ല തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിന്റെ നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഇന്ന് നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, അടിയങ്ങൾ ഭക്തിയോടെ ദൈവത്തെ ആരാധിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ. ശരിയായ ഭക്തി പ്രതികൂലത്തിലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണല്ലോ. അപ്രകാരമായിരിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് നൽകണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർ, പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്നവർ, ജീവിതത്തിന്റെ കഷ്ടതയുടെ തീച്ചൂളയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത വേദനകൾ അനുഭവിക്കുന്നവർ, കർത്താവെ, ഏത് പ്രതികൂലത്തിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ അടിയനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നുവോ, പ്രിയമക്കളെ കർത്താവ് അനുഗ്രഹിക്കുകയും വിടുവിക്കുകയും ചെയ്യണമേ. ഇന്നത്തെ വിശുദ്ധ ദിവസം അടിയങ്ങൾക്ക് എല്ലാവർക്കും നല്ല അനുഗ്രഹത്തിന്റെ ദിവസമാക്കി തീർക്കണമേ. കർത്താവിനെ ഭക്തിയോടെ ആരാധിപ്പാനുള്ള കൃപ നൽകണമേ. ജന്മദിനമുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. കർത്താവെ, പുതിയ വർഷം പ്രിയ മക്കൾക്ക് സന്തോഷവും സമാധാനവും സമൃദ്ധിയും എല്ലാ ജീവിത നന്മകളും ധാരാളമായിട്ട് നൽകി മാനിക്കണമേ. സമസ്ത കാര്യങ്ങളും മുൻകരങ്ങളിലേക്ക് വയ്ക്കുന്നു. മാനവ മഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ താഴ്മയായിട്ട് യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. കർത്താവ്, പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു വിശുദ്ധ ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.